ഇന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 128ാം ജന്മവാർഷികം. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ ആയുധം കൊണ്ട് വിറപ്പിച്ച നേതാജിയുടെ ജന്മവാർഷികം പോരാട്ട വീര്യത്തിന്റെ പ്രതീകമായാണ് രാജ്യം ആഘോഷിക്കുന്നത്. ആത്മവിശ്വാസത്തിന്റെയും ധീരതയുടെയും പ്രതീകമാണ് നേതാജി എന്നും ഭാരതീയർക്ക്. പോരാട്ട വീര്യത്തിന്റെ ഉദാത്ത മാതൃക. സുഭാഷ് ചന്ദ്രബോസ് സമരം നയിച്ചിരുന്നെങ്കിൽ ബ്രിട്ടീഷ് സൈന്യത്തിന് നേരത്തെ ഇന്ത്യ വിടേണ്ടി വരുമായിരുന്നെന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് അറ്റ്ലിയുടെ വാക്കുകൾ മാത്രം മതി സ്വാതന്ത്ര്യ സമരത്തിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ സ്വാധീനം മനസ്സിലാക്കാൻ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. അങ്ങനെ പറഞ്ഞായിരുന്നു നേതാജി സ്വാതന്ത്ര്യ സമരത്തെ ജ്വലിപ്പിച്ചത്. 1897 ജനുവരി 23 ഒറീസയിലെ ഒരു ബംഗാളി ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ ജനനം. ഇന്ത്യയെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്ക് പുറത്തുനിന്നും എങ്ങനെ മറ്റു രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് പോരാടാം എന്ന രാജ്യാന്തര യുദ്ധതന്ത്രം ആദ്യമായി പയറ്റി വിജയിച്ച ആളായിരുന്നു അദ്ദേഹം. ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് ഹിന്ദിയിൽ പേരിട്ട് വിളിച്ച തദ്ദേശീയ സൈന്യത്തിലേക്ക് സായുധ സ്വാതന്ത്ര്യ സമരത്തിൽ ഉറച്ചു വിശ്വസിച്ച നിരവധി പേർ ചേർന്നു. 1941 അഫ്ഗാനിസ്ഥാൻ റഷ്യ വഴി ജർമ്മനിയിലേക്കെത്തിയ നേതാജി ആസാദ് ഹിന്ദ് റേഡിയോ ആരംഭിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. 1943 ജപ്പാനിലെത്തിയതോടെ ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ പോരാട്ടത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. 40,000 പേരെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി സുഭാഷ് ചന്ദ്രബോസ് ജപ്പാന്റെ സഹായത്താൽ പരിശീലിപ്പിച്ചു തയ്യാറാക്കിയത്. 1944 ജപ്പാൻ പട്ടാളത്തിന്റെ സഹായത്തോടെ ബർമ്മയിലൂടെ കടന്ന് ഭാരതത്തിലെ മണിപ്പൂരിലെത്തിയ നേതാജിയുടെ സൈന്യം ബ്രിട്ടന്റെ യൂണിറ്റിനെ പരാജയപ്പെടുത്തി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് അങ്ങനെ മണിപ്പൂരിൽ നേതാജി ഇന്ത്യൻ പതാക ഉയർത്തി. 1945 ഓഗസ്റ്റ് 18 തായ്വാനിലുണ്ടായ വിമാനാപകടമാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തിന് ഇടയാക്കിയത്. നേതാജി മരിച്ചിട്ടില്ലെന്നും വേഷം മാറി ഇന്ത്യയിലെത്തിയെന്നുമുള്ള നിരവധി സൂചനകളും അടുത്ത കാലത്ത് വെളിച്ചത്തു വന്നു. ഉത്തർപ്രദേശിൽ ഗുംനാമി ബാബ എന്ന പേരിൽ ജീവിച്ചത് നേതാജിയാണെന്നാണ് പറയപ്പെടുന്നത്. RSSന്റെ രണ്ടാമത്തെ സർസംഘചാലക് ഗുരുജി അയച്ച കത്തുകളും ബാബയുടെ കൈവശമുണ്ടായിരുന്നു. മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരുന്നു ഭാരതത്തിന്റെ നേതാജി. സ്വാതന്ത്ര്യത്തിനും അഭിമാനത്തിനും വേണ്ടി വെള്ളക്കാരനോട് യാചിക്കാൻ തയ്യാറാകാത്ത മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെത്. സ്വാതന്ത്ര്യത്തിന്റെ, സ്വാഭിമാനത്തിന്റെ മറുപേര്. അതാണ് സുഭാഷ് ചന്ദ്രബോസ്. ന്യൂസ് ഡെസ്ക്, ജനം.